ഹായ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയിട്ട് നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചാലോ? അതെങ്ങനെയിരിക്കും? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ അത് പ്രൊഫഷണൽ കോഴ്സുകളാണ്. അപ്പോൾ നിങ്ങളുടെ CUET UGയുടെ സ്കോർ കാർഡ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പൊതുവെ സയൻസ് ഒക്കെ എടുത്തിട്ട് 1 ഇയർ നീറ്റിന് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക? ഒരു ബിടെക് അല്ലെങ്കിൽ ബിഫാം അതോടൊപ്പം തന്നെ LLB ഇങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ പോകാറുള്ളത് അല്ലേ? എന്നാൽ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ CUET UGയുടെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ ഫീസ് എത്രയാണ്, ഏതൊക്കെ കോഴ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇനിയിപ്പോ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് ഏതൊക്കെ കോഴ്സുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിഫാം അവിടെ എന്താണ് ഒരു കോഴ്സാണ്. വളരെ കുറച്ച് കോഴ്സ്, അതായത് കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ 6 കോഴ്സുകളെ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ UG കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് 6 എന്ന് പറയുന്നത് എന്താണ്, വളരെ സുഖമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ക്രൈറ്റീരിയ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ സയൻസ് എടുത്ത കുട്ടികളോടാണ് ബിഫാം നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഈ ഒരു CUET സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ട് എഴുതിയിട്ടുള്ളവർക്ക് പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ബിഫാം എന്ന് പറയുന്നത്. അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ 10th കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് ഇരിക്കുന്ന കുട്ടികളായിരിക്കണം. +2ൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ എടുക്കേണ്ടതുണ്ട്. അതിൽ പറയുന്നത് നിങ്ങൾക്ക് PCM എടുക്കാം അല്ലെങ്കിൽ PCB, ഈ ഒരു കോമ്പിനേഷൻ ആണ്. അലോങ് വിത്ത് ഇംഗ്ലീഷ് എന്താണ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ +2ൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഒരു കോമ്പിനേഷൻ പഠിച്ച കുട്ടികളായിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 17 വയസ്സ് തികഞ്ഞിരിക്കണം എന്നുള്ളതാണ്. മിനിമം 50% സ്കോർ നിങ്ങൾക്ക് എന്ത് വേണം? +2ൽ വേണം എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പൊ ഇത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലെ? ഈ 50% സ്കോർ എന്ന് പറയുമ്പോൾ ജനറൽ, EWS, OBC കാറ്റഗറിക്കാണ്. ഇനി നിങ്ങൾ SC ST PWD കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 45% മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും ബിഫാമിന് അപ്ലൈ ചെയ്യുക. ഇതല്ലാതെ ബിടെക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിടെക്കിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ബിടെക്കിൽ നമുക്കിവിടെ താഴെ കാണാൻ പറ്റും. ബിടെക് MTech എന്ന് പറയുന്ന ഒരു ഡുവൽ ഡിഗ്രി. അതായത് നമ്മൾ അവിടെ എന്താണ്, ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒരേ ക്യാമ്പസിൽ തന്നെ പഠിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ തന്നെ നമ്മൾ കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് AIML ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എടുക്കുന്ന കുട്ടികൾ എക്സാം നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ട ആ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ പറയുന്നുണ്ട്. ഫിസിക്സ്, മാത്തമാറ്റിക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. അതിന്റെ കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോളജി, ടെക്നിക്കൽ വൊക്കേഷണൽ സബ്ജക്ട്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫോർമേഷൻ ടെക്നോളജി, ഇൻഫോർമേഷൻ പ്രാക്ടീസസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓറിട്ടിട്ടാണ്. അപ്പൊ നിങ്ങളിപ്പം എന്താണ് ഫിസിക്സും മാത്തമാറ്റിക്സും ബയോളജി പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ CUET എക്സാമിന് കൊടുത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബിടെക് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് +2ൽ മിനിമം 50% മാർക്ക് വേണം എന്നുള്ളതും, നിങ്ങൾ എന്ത് വേണം? ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പൽസറി ആയിട്ട് പഠിക്കണം. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ കെമിസ്ട്രി, ഈ ബാക്കി വരുന്ന കോമ്പിനേഷൻസിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഇതല്ലാതെ നമ്മളിപ്പോ പൊതുവെ ക്ലീ എക്സാം അങ്ങനത്തെ എക്സാംസ് ഒക്കെ എഴുതിയിട്ടാണ്, ക്ലാറ്റ് എക്സാം ഒക്കെ എഴുതിയിട്ടാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള കോഴ്സുകളിലേക്ക് പോവാറുള്ളത്. ഇപ്പൊ നമ്മൾ ക്ലീ എക്സാം എഴുതിയിട്ട് LLBക്ക് പോകും അല്ലെ? അപ്പൊ BA LLB എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെറും ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻട്രി ചെയ്യാൻ പറ്റും. അത് വേറൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും കൂടെ BHUവിൽ നമുക്കത് പോസിബിൾ ആണ്. അപ്പം നിങ്ങൾ ഈ BA LLB നോക്കുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? കൊടുക്കുക. നിങ്ങളുടെ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അത്യാവശ്യം സ്കോർ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് കൊടുക്കുക. ഇതിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 45% +2ൽ മാർക്ക് മതി OBC, NCL, അതോടൊപ്പം തന്നെ EWS ജനറൽ കാറ്റഗറിക്ക്. ഇനി 40% മാർക്ക് SC ST PWD കാൻഡിഡേറ്റ്സിന് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതല്ലാതെ BSMS ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ടൈം ആക്ച്വലി കഴിഞ്ഞു. 11-ാം തീയതി വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് വരുന്നത്. ഇതിൽ സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾ കുറച്ച് വരുന്നുണ്ട്. ഓക്കെ. ഇനി ഇതല്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നതാണ് BBA ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ആണ്. ഇതിൽ നമ്മുടെ
ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ മാർക്ക് മാത്രമേ നോക്കുള്ളൂ. അതിലും നമ്മുടെ ക്രൈറ്റീരിയ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 45% നിങ്ങൾക്ക് പ്ലസ് ടുവിൽ മാർക്ക് വേണം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇനി ഇതല്ലാതെ നേരത്തെ പറഞ്ഞു നമ്മൾ PSMS ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ടുള്ള ഡ്യുവൽ ഡിഗ്രി ബിടെക് പ്രോഗ്രാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രാക്ടീസസ് എഴുതിയിരിക്കണം, അത് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ പ്ലസ് ടുവിൽ നിങ്ങൾ മാത്തമാറ്റിക്സും ഫിസിക്സും കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. എലോങ് വിത്ത് സബ്ജക്റ്റ് ആയിട്ട് അവർ കുറച്ച് സബ്ജക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 50% മാർക്ക് ഒരു കാറ്റഗറി, ഇപ്പൊ നമ്മുടെ ജനറൽ OBC EWS കാറ്റഗറി ആണെങ്കിൽ വേണം. ഇനി 45% ആണ് ബാക്കി വരുന്ന റിസർവ്ഡ് കാറ്റഗറിക്കാർക്ക് വരുന്നത്. അപ്പം ഇത്രയും കോഴ്സുകളാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകും, ഓക്കെ ഞാൻ B.Pharm ജോയിൻ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ LLB ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്, അതിന് ഫീസ് സ്ട്രക്ചർ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിന്റെ സൈറ്റിൽ വന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കാണാൻ പറ്റും. അഡ്മിഷൻ 2026-27 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PG പ്രോഗ്രാംസ് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അവിടെ ആക്ച്വലി എന്തുണ്ട്, UG പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ UG കോഴ്സുകളാണ് അല്ലെ. അപ്പൊ UG നമ്മൾ ഓൺലൈൻ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ഷെഡ്യൂൾ ഫോർ ഓൺലൈൻ പ്രോഗ്രാം അതാണ് നോക്കാൻ പോകുന്നത്. ഡേറ്റ് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതില് നമ്മളോട് പറഞ്ഞു അല്ലെ, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 17 വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അത് കഴിഞ്ഞ് 21-ാം തീയതി എന്ത് വരും, നമ്മുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരും, അത് പബ്ലിഷ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നമുക്ക് വെറും ഒരാഴ്ച മാത്രമേ എന്തുള്ളൂ, ടൈം ഉള്ളൂ. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈൻ, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസ്പെക്ടസ് ആണ്. ഇതിലാണ് ആക്ച്വലി എന്ത് കൊടുത്തിട്ടുള്ളത്, ഫീസ് സ്ട്രക്ചറും ബാക്കി കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. ഈ ടൈം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്നത് കേട്ടാൽ മതി. ഇപ്പൊ നിങ്ങൾ BA LLB ഹോണേഴ്സ് ഈ ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീസ്, അതായത് നമുക്ക് 10 സെമിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് ആവുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സെക്കൻഡ് സെമിസ്റ്ററിൽ നിങ്ങൾ ഈ ഒരു എമൗണ്ട് ആണ് കൊടുക്കേണ്ടി വരിക. ഓക്കെ, ആ രീതിയിലാണ് വരുന്നത്. ഇനി BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി വരുന്ന സമയത്ത് നിങ്ങൾ 52,000 രൂപ അല്ലെ, സംതിങ് റുപ്പീസ് ആണ് വരുന്നത്. B.Pharm വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഫീസ് വരുന്നുണ്ട്. മൊത്തത്തിൽ പഞ്ചാബിൽ കുറച്ച് ഫീസ് ഉണ്ട് കേട്ടോ. അത് 78,000 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഇവിടുത്തെ ഫീസ് വരുന്നത്. ഇനി ഇതല്ലാതെ ബാക്കി BBA കോഴ്സ് പറയുന്നുണ്ട്. BBAയിൽ നമ്മുടെ ഫീസ് സ്ട്രക്ചർ ആണ് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഈ ഒരു എമൗണ്ട് ആണ്. ഓക്കെ, ഇതാ 20,000 രൂപയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, ജസ്റ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന കോഴ്സുകളും അതിന്റെ ഫീസും ഏതാണ് എന്നുള്ളത്. ഓക്കെ, ഇതല്ലാതെ നമ്മുടെ ഹോസ്റ്റൽ ഫീസിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ട വൺ ടൈം ഒരു അഡ്മിഷന്റെ സമയത്ത് കൊടുക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ മുതൽ വരുന്ന ഫീസ് പറയുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇതാ ഇവിടെ എന്തൊക്കെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ അഡ്മിഷൻ, നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, അതേപോലെ നിങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഇല്ലെങ്കിൽ അത് ഇവിടെ നോക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഓക്കെ, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരെ സമർത്ഥ് പോർട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്കൊരു ഓൾമോസ്റ്റ് 17 സ്റ്റെപ്പ് ആണുള്ളത്. അപ്പോൾ 17 സ്റ്റെപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആകെ ടെൻസ്ഡ് ആവും. അതിന്റെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ CUET UG എക്സാമിന്റെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ റോൾ നമ്പർ ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്, രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് അത് കറക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ സ്കോർ കാർഡിൽ എങ്ങനെയാണ് നിങ്ങളുടെ പേരുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും തന്നെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ കൺസെന്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്യാപ്ച കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ കാര്യങ്ങളാണ് ആക്ച്വലി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെരിഫിക്കേഷനിലേക്കാണ് മൂവ് ചെയ്യാം. അപ്പൊ ആ വെരിഫിക്കേഷന് ഇതാ നമ്മൾ എന്ത് ചെയ്തു, രജിസ്റ്റർ ചെയ്തു, വെരിഫൈ. അടുത്തത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. വെരിഫൈ അക്കൗണ്ട്, ഒരു OTP എന്ത് ചെയ്യും, നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിലിലേക്ക് പോകും. ആ OTP നമ്മൾ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങൾ ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അത് റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ഓർമ്മ വേണം, നമ്മൾ അത് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ക്യാപ്ച കൊടുത്ത് വെരിഫൈ OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ
ലോഗിൻ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു കറക്റ്റ് ആയിട്ട്, പാസ്വേഡ് കൊടുത്തു, ക്യാപ്ച എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തു. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോകും. ഡാഷ്ബോർഡിൽ നമുക്ക് പ്രൊഫൈൽ ഈസ് നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണാം. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സോ കംപ്ലീറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ, മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഫില്ല് ചെയ്യണം നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് കറക്റ്റ് കൊടുക്കുക. നിങ്ങളുടെ അൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ടാവും, അത് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഒക്കെ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ്, ബ്ലഡ് ഗ്രൂപ്പ്, നിങ്ങളുടെ ഇന്ത്യയിലുള്ള ആളാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. പിന്നെ റിലീജിയൻ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലാണ് നിങ്ങളുടെ പിന്നെ കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ഏതാണ്, വില്ലേജ് ഏതാണ് എന്നുള്ളതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഫാമിലി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അമ്മയുടെ പേര്, മൊബൈൽ നമ്പർ, കാര്യങ്ങളൊക്കെ. ഇവിടെ മദേഴ്സ് നെയിം ഇൻ ഹിന്ദി, അതായത് സമർത്ഥ് പോർട്ടൽ ഏകദേശം ഇപ്പൊ ചിലത് ഇതിലുണ്ടാവില്ല, ചിലത് മിസ്സായിരിക്കും. കാരണം ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും സെയിം ആണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനത്തെ റെഡ് മാർക്ക് ചെയ്തിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഫാമിലി ഡീറ്റെയിൽസ് കൊടുത്തു, എമർജൻസി കോൺടാക്ട് നമ്പർ കൊടുത്തു, നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണെന്ന് ചോദിച്ചു, അത് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതർ കാറ്റഗറി അല്ലെങ്കിൽ കോട്ട പറയണം. ഓക്കെ, അതിൽ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉണ്ടോ, ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ചിൽഡ്രൻ ഓർ വിഡോസ് ഓഫ് ആംഡ് ഫോഴ്സ്ഡ് പേഴ്സണൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. കാശ്മീരി മൈഗ്രൻസ് അല്ല, സോ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളിപ്പോൾ അത് റെഡ് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളത് കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ട് ഇൻ കേസ് നമ്മൾ അത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാങ്ക് അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. അപ്പൊ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടേത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിൻ്റെത് കൊടുക്കാം. സോ നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡറുടെ പേര്, അക്കൗണ്ട് നമ്പർ, ബാങ്കിന്റെ പേരെന്താണ്, IFC കോഡ് എന്താണ്, ബ്രാഞ്ച് നെയിം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ എവിടെയാണോ അതാണ് കറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് തന്നെയാണ് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് എങ്കിൽ നിങ്ങൾ അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും, കറക്റ്റ് കിട്ടും. പിന്നെ നമ്മൾ സേവ് ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, സേവ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുക, ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ ഞാൻ കൊടുത്തിട്ടുള്ളത് എന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്ഡേറ്റ് ഡീറ്റെയിൽസ് അടിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ മാത്രം അപ്ഡേറ്റ് ഡീറ്റെയിൽസ് അടിച്ചാൽ മതി. കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ടു നെക്സ്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ഒരു ഒരു ഫേസിലേക്ക് എത്തി. അതർ ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമുണ്ടോ എന്നുള്ളത്. സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. പിന്നെ ABC ID അല്ലെങ്കിൽ അപ്പാർ ID എന്താന്നൊക്കെ ഇപ്പം +2 കഴിഞ്ഞ കുട്ടികൾക്ക് അറിയായിരിക്കും. നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അതായത് നിങ്ങളുടെ സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന ഒരു ഐഡിയ ആണ് ഈ ABC ID അല്ലെങ്കിൽ അപ്പാർ ID എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കേണ്ടത് ഡു യു ഹാവ് ഡൊമിസിയൽ സർട്ടിഫിക്കറ്റ് ഓഫ് കാശ്മീരി, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. പിന്നെ നമ്മളുടെ ലാംഗ്വേജ് അത് പ്രൊഫഷൻസി എത്രയുണ്ട്, റീഡിങ്, റൈറ്റിംഗ്, അതേപോലെ സ്പീക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ അത് കറക്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് അതർ ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന അത്രയും ലാംഗ്വേജസ് ഒക്കെ കൊടുക്കാം. സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പൊ എന്തുണ്ടാവും, നമ്മുടെ ഓൾറെഡി കൊടുത്ത ഡാറ്റാസ് ഒന്നും കൂടെ കാണാൻ പറ്റും. അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യേണ്ട ഒരു സെഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോട്ടോ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫോർമാറ്റ് JPEG അല്ലെങ്കിൽ JPG ഫോർമാറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്തില്ല, അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതോടൊപ്പം തന്നെ 10 KB to 500 KB, ഇത് ഈ ഒരു KB കറക്റ്റ് ആയിരിക്കണം, ആ ഒരു ഫയൽ സൈസിൽ തന്നെ വന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ OBC NCL കാറ്റഗറി, അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ OBC ചോദിച്ചു, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ചോദിക്കും, പിന്നെ നമ്മുടെ CUT സ്കോർ കാർഡ്, അഡ്മിറ്റ് കാർഡ്, പിന്നെ നിങ്ങളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. അപ്പം പഞ്ചാബിൽ ചിലപ്പോൾ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ചോദിക്കാം, ചോദിക്കാതിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് കറക്റ്റ് കൊടുക്കുക. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, TC ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. അത് വായിച്ചു നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു PPT ഒരു പക്ഷേ നിങ്ങൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി കാണുന്നുണ്ടാകും. ഓൾമോസ്റ്റ് സമർത്ഥ് പോർട്ടൽ സെയിം ആയതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം സെലക്ഷൻ ആണ് ആക്ച്വലി ഇവിടെ വരുന്നത്. സോ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന, അപ്പം BPharm ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കറക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്
പിന്നീട് കൊടുക്കേണ്ടത്. അവിടെ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് 60% മാർക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ എത്ര എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. അത് കറക്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ 10th ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ പാസ് ആയിട്ടുണ്ട്, അത് ഏത് ഇയറിലായിരുന്നു, നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ പേരെന്താണ്, നിങ്ങൾ ഏത് ബോർഡാണ് പഠിച്ചിട്ടുള്ളത്, നിങ്ങൾ എത്ര മാർക്ക് ഉണ്ടായിരുന്നത്, നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻ പഠിച്ചു എന്നുള്ളതൊക്കെ കറക്റ്റ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ പ്ലസ് ടുവിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ പാസ്ഡ് ആണ് 2026 കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ സ്കൂളിന്റെ പേര്, അതോടൊപ്പം തന്നെ ബോർഡ് ഏതാണ് എന്നുള്ളത്, പിന്നെ സബ്ജക്ട് കോമ്പിനേഷൻ ഏതൊക്കെയായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ നമ്മുടെ ബാക്കി സബ്ജക്ട്സ് ഏതൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് ആ രീതിയിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് 12th ഡിവിഷൻ ഫസ്റ്റ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും, അത് യെസ് എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു അതർ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കൊടുത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ കാണിക്കുന്നതാണ്. NCC അല്ലെങ്കിൽ NSS ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ പ്ലസ് ടുവിന്റെ മാർക്ക് ഷീറ്റ്, അതോടൊപ്പം തന്നെ 10th പഠിച്ചിട്ടുള്ള അതിന്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ പ്രിവ്യൂ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ CUET UGയുടെ സ്കോർ കാർഡ് വെച്ചിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ മാക്സിമം മാർക്ക് ഓരോ സബ്ജക്റ്റ് നിങ്ങൾ എഴുതിയിട്ടുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ്, അതോടൊപ്പം തന്നെ അതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രത്തോളം ഉണ്ട്, അത് എത്ര വേർഡ്സ് ഇൻ വേർഡ്സിലും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണോ എന്നുള്ളത് എഗെയിൻ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ഇത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള പേയ്മെന്റിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെക്ക് ബോക്സ് കാണാൻ പറ്റും. ലൈക്ക് നിങ്ങളുടെ പേര് ഇതാണ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ്, നിങ്ങളുടെ പാരന്റിന്റെ പേര് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ വായിച്ചിട്ട് കറക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മുടെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അതിന്റെ നിങ്ങൾക്ക് ആ ഒരു ഫോം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.